കഴിഞ്ഞ 2 ടോപ്പിക്കുകളായി നമ്മൾ മോഷണൽ EMF എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഏത് രീതിയിൽ നമുക്ക് മോഷണൽ EMFനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമെന്നും പഠിച്ചു. ശരിക്കും ഇതായിരുന്നു നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഒരു C ഷേപ്പിലുള്ള ഒരു മെറ്റൽ ഫ്രെയിം ഉണ്ട്. അതിൽ PQ എന്ന് പറയുന്ന ഒരു ലീനിയർ കണ്ടക്ടർ നമ്മൾ വെച്ചിട്ടുണ്ട്. PQ എന്ന് പറയുന്ന കണ്ടക്ടർ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക്, അതായത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഏരിയ കുറയുകയും അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരികയും അതു കാരണം ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ആ ഒരു PQRS എന്ന് പറയുന്ന ആ ക്ലോസ്ഡ് ലൂപ്പിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഫിനോമിനനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് വിളിച്ചത്. ലെൻസസ് ലോ ഉപയോഗിച്ച് നമ്മൾ കറൻറ്റിൻ്റെ ഡയറക്ഷനും കണ്ടെത്തിയിരുന്നു. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് PQ എന്ന് പറയുന്ന ആം നമ്മുടെ ഈ സൈഡിലേക്ക് നീക്കുമ്പോൾ, അതായത് എൻ്റെ റൈറ്റിലേക്ക് നീക്കുമ്പോൾ ആ PQRS എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറൻറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. ഇവിടെ കൃത്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കറൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കറൻറ്റിൻ്റെ ഡയറക്ഷൻ അടക്കം നമ്മൾ കണ്ടതാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറൻറ്റ് ഒഴുകുന്നത്. PQ എന്ന് പറയുന്ന ആം നമ്മുടെ റൈറ്റിലേക്ക് നീക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക് കറൻറ്റ്, ഇലക്ട്രിക് എനർജി അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ആ എനർജി എവിടെ നിന്ന് വന്നു? നമ്മുടെ കൺസർവേഷൻ അനുസരിച്ച്, കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. എനർജിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ കറൻറ്റ് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ ഉണ്ടാകുന്നു? അവിടെ കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. PQ എന്ന് പറയുന്ന ആം നമ്മുടെ റൈറ്റിലേക്ക്, അതായത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണെന്ന് വിചാരിക്കുക. PQ എന്ന് പറയുന്ന ആം ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ഞാൻ ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പവറും ഉണ്ടായിരിക്കും. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, അതാണ് പവർ. മെക്കാനിക്കൽ പവർ എന്ന് വിളിക്കാം. വർക്കുമായി ബന്ധപ്പെട്ട പവർ മെക്കാനിക്കൽ പവർ. മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ കീഴിൽ വരുന്ന പവർ. അതുകൂടാതെ നമുക്ക് ഇലക്ട്രിക് പവർ വേറെയുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V/I, ഇതൊക്കെ ഇലക്ട്രിക്കൽ പവറാണ്. W/T, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ T, അതാണ് മെക്കാനിക്കൽ പവർ. ഞാനിവിടെ ചെയ്യുന്ന വർക്കാണ് PQ എന്ന് പറയുന്ന ആം എൻ്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്കാണ് അവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അവിടെ എനർജി ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇലക്ട്രിക്കൽ എനർജി സ്വന്തമായി ജനറേറ്റ് ചെയ്ത് വരുന്നതല്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ പവർ അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അവിടെ ഒരിക്കലും കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യുന്നില്ല. നമ്മളത് തന്നെയാണ് പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടോപ്പിക് ഇതാണ്: എനർജി കൺസിഡറേഷൻ എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ പവർ, അവിടെയുള്ള PQ എന്ന് പറയുന്ന ആമിനെ എൻ്റെ റൈറ്റിലേക്ക് നീക്കുന്നതിനായി ഞാൻ ചെയ്യുന്ന മെക്കാനിക്കൽ പവറാണ് ഇലക്ട്രിക്കൽ പവറായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. കൃത്യമായിട്ട് ഇക്വേഷൻ കണ്ടെത്തിയിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. കൃത്യമായി മെക്കാനിക്കൽ പവറിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു, കൃത്യമായൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ആ മെക്കാനിക്കൽ പവർ നമ്മൾ എന്ത് പവറാണെന്ന് പറയും? ഇലക്ട്രിക്കൽ പവറാണെന്നും പറയും. ഇലക്ട്രിക്കൽ പവറിനുള്ള ഇക്വേഷനും നമ്മൾ കണ്ടെത്തും. മെക്കാനിക്കൽ പവറിനുള്ള ഇക്വേഷൻ തന്നെ ആയിരിക്കും ഇലക്ട്രിക്കൽ പവറിനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ കൊടുത്ത മെക്കാനിക്കൽ എനർജി അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക് ഏത് രീതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടി ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നോക്കുക, PQRS എന്ന് പറയുന്നത് ഏകദേശം
മൊത്തമായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പാണ്. അതിൽ പി ക്യു എന്ന് പറയുന്ന ആം, ആ ആമിൻ്റെ മാത്രം റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 3 ആമുകൾ, അതായത് ആർ എസ് പി ക്യു, ഇങ്ങനെ ക്യു ആർ ആർ എസ് എസ് പി, ഓക്കെ, 4 ആമുകളുണ്ട്. ഒന്നും കൂടി പറയാം, പി ക്യു, ക്യു ആർ ആർ എസ് ആൻഡ് എസ് പി. അതിൽ പി ക്യുവിന് മാത്രമേ റെസിസ്റ്റൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്. ബാക്കിയുള്ള 3 ആമുകളുടെയും റെസിസ്റ്റൻസ് വളരെയധികം ചെറുതാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, നോക്കുക, ഫസ്റ്റത്തെ കാര്യം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ക്യാപിറ്റൽ ആർ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ മൂവബിൾ ആം പി ക്യു. ബാക്കിയുള്ള 3 ആമുകളുടെയും റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്. ഇനി നമുക്കറിയാം, ആ ഒരു റെക്റ്റാങ്കുലർ ക്ലോസ്ഡ് ലൂപ്പിൽ കൂടി ഒരു കറൻറ്റ് ഒഴുകുന്നുണ്ട്, ഒരു ഇൻഡ്യൂസർ കറൻറ്റ് ഒഴുകുന്നുണ്ട്. ആ ഇൻഡ്യൂസർ കറൻ്റ് ആണ് ക്യാപിറ്റൽ ഐ. കറൻറ്റ് ഇൻ ദ ലൂപ്പ് ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു ഓംസിലനുസരിച്ച് വി ഡിവൈഡഡ് ബൈ ആർ ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കറൻറ്റ്. നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം മോഷണൽ ഇ എം എഫ് കൊടുക്കാം. നമ്മൾ അതിനാണല്ലോ കണ്ടുപിടിച്ചത്. മോഷണൽ ഇ എം എഫ് ആണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആറിന് പകരം ഇ ബൈ ആർ കൊടുത്തിരിക്കുന്നു. ഇക്ക് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി എൽ വി ഡിവൈഡഡ് ബൈ ആർ. നമ്മളതിനെ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തു. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ പി ക്യു നോക്കുക. പി ക്യു എന്ന് പറയുന്ന ആ ഒരു ലീനിയർ കണ്ടക്ടർ ഇപ്പോൾ ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഐ എന്ന് പറയുന്ന കറൻറ്റ് വഹിക്കുന്ന ഒരു കണ്ടക്ടറാണ് പി ക്യു. ആ പി ക്യു എന്ന് പറയുന്ന ആ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചതാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ, എൽ ലെങ്ത് ഉള്ള ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൽ നമ്മൾ എൽ ലെങ്ത് ഉള്ള ഐ കറൻറ്റ് വഹിക്കുന്ന ഒരു കണ്ടക്ടറിന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് എഫ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. ഇത് നമ്മൾ സാധാരണ അല്ലെങ്കിൽ മുന്നേ പഠിച്ച ഇക്വേഷനാണ്. ഐ ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് പഠിച്ചതാണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്യൂവിൻ്റെ ലെങ്ത്, അത് എൽ തന്നെയാണ് ഈ കേസിലും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഐ ഇൻറ്റു എൽ ക്രോസ് ബി നമുക്ക് എന്ത് വിളിക്കാം? ഐ എൽ ബി സൈൻ തീറ്റ എന്ന് വിളിക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 90, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. പി ക്യൂവിൻ്റെ ലെങ്ത് ഇതാ ഈ പ്ലെയിനിലുമാണ്. ഓക്കെ, കറൻറ്റ് പോകുന്നതും ഈ പ്ലെയിനിലാണ്. അങ്ങനെയെങ്കിൽ ഐയും അല്ലെങ്കിൽ എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ 90. അപ്പോൾ തീറ്റയ്ക്ക് 90 കൊടുക്കുക. ഐ എൽ ബി സൈൻ തീറ്റ, ഐ എൽ ബി സൈൻ 90, സൈൻ 91 ആണ്. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ഇൻറ്റു ബി. അതാണ് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1 നമുക്ക് കറൻറ്റിനുള്ള ഇക്വേഷൻ കിടക്കുന്നുണ്ട്. ഇതാ ഐ ഈക്വൽ ടു ബി എൽ വി ഡിവൈഡഡ് ബൈ ആർ. ഇക്വേഷൻ 2 പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ബി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 2 ഐന് പകരം ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 ഇൻ 2, ദെൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ബി എൽ വി ഡിവൈഡഡ് ബൈ ആർ, അതായത് കറൻറ്റിനുള്ള ഇക്വേഷൻ ഇൻറ്റു എൽ ബി. ഇവിടെ 2 ബി ഉണ്ട്, 2 എൽ ഉണ്ട്. അപ്പോൾ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 3. എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ആർ. അതായത് പി ക്യു എന്ന് പറയുന്ന ആ ഒരു ആമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ്. പി ക്യു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റ് ഐ ആണ്. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു. അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇക്വേഷൻ 1 എന്തായിരുന്നു എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇക്വേഷൻ 1 ഇതായിരുന്നു, കറൻറ്റ് ഈസ് ഈക്വൽ ടു ബി എൽ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. അതായിരുന്നു ഇക്വേഷൻ 1. ഇക്വേഷൻ 3 ഇതാണ്. ഇനി മെക്കാനിക്കൽ പവർ, അതായത് പി ക്യു എന്ന് പറയുന്ന ആ ഒരു ആം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നീക്കണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ട വർക്ക് ഡൺ, ആ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, ആ വർക്ക് ഡണ്ണിൻ്റെ റേറ്റാണ് മെക്കാനിക്കൽ പവർ. ശ്രദ്ധിക്കുക, മെക്കാനിക്കൽ പവർ ആണ്, ഇലക്ട്രിക്കൽ പവർ അല്ല.
നമ്മൾ ആ ഒരു ആമിനെ പിടിച്ച് പുഷ് ചെയ്യാമെന്ന് വിചാരിക്കുക, തള്ളുകയാണെന്ന് വിചാരിക്കുക. അതും ഈ സൈഡിലേക്കാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് ഡണ്ണിൻ്റെ റേറ്റ്, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, അതാണ് മെക്കാനിക്കൽ പവർ. മെക്കാനിക്കൽ പവർ പി സഫിക്സ് എം എന്ന് കൊടുത്തിട്ടുണ്ട്. എം എന്നത് ഉദ്ദേശിച്ചത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടി. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നോക്കുക, കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റും ഈ ഡയറക്ഷനിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാം, ഡിവൈഡഡ് ബൈ ടൈം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ശരിക്കും എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം? ഈ രണ്ട് ടേമുകളെ മാത്രം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ഫോഴ്സ് ഇൻറ്റു എസ് ബൈ ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അതെന്തെന്ന് പറഞ്ഞു കൊടുക്കാം? വെലോസിറ്റി എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേരും. ഇനി ഫോഴ്സിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ഇക്വേഷൻ 3. നോക്കുക, എഫ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സിനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ബി സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡ് ബൈ ആർ ഇൻറ്റു അവിടെയുള്ള വി. അങ്ങനെയെങ്കിൽ വിയും കൂടി അവിടെ സ്ക്വയർ ചെയ്ത് വരും. പഠിക്കാനൊക്കെ ഓർത്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. എല്ലാത്തിനും സ്ക്വയർ ഉണ്ടെന്ന് ആലോചിക്കുക. പി എം മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ. അതാണ് ഇക്വേഷൻ 4. നമ്മൾ ആ ഒരു പി ക്യു എന്ന് പറയുന്ന ആമിനെ പുഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് കൊടുക്കേണ്ടി വരുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ ആ വർക്ക് ഡണ്ണിൻ്റെ റേറ്റ് മെക്കാനിക്കൽ പവർ വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ, ഇക്വേഷൻ 4. ഇനി നമ്മുടെ ഉദ്ദേശം നടക്കണമെങ്കിൽ ഈ മെക്കാനിക്കൽ പവർ ഇലക്ട്രിക്കൽ പവറിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പി ക്യു എന്ന് പറയുന്ന ആമിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ആ പി ക്യു എന്ന് പറയുന്ന ആമിനെ വി എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പവറാണ് പി എം. ഈ പി എം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മെക്കാനിക്കൽ പവർ കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ആ കറൻറ്റ് കാരണം അവിടെ ഒരു ഇലക്ട്രിക്കൽ പവർ ഉണ്ടാകും. ശ്രദ്ധിക്കുക, പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ആ ക്ലോസ്ഡ് ലൂപ്പിൽ കൂടി കറൻറ്റ് കടന്നു പോകുമ്പോൾ അവിടെ ഐ എന്ന് പറയുന്ന കറൻറ്റ് വരുന്നുണ്ട്, ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസും വരുന്നുണ്ട്. എത്ര സമയത്തേക്കാണ് നമ്മൾ പി ക്യു എന്ന് പറയുന്ന ആമിനെ മൂവ് ചെയ്യുന്നത്, അത്രയും സമയം അവിടെ കറൻറ്റ് പോകുന്നുണ്ട്. അതായത് കറൻറ്റിനൊരു വാല്യൂ ഉണ്ട്, റെസിസ്റ്റൻസിനൊരു വാല്യൂ ഉണ്ട്, ടൈമിനും ഒരു വാല്യൂ ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ ടി അല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ ടി ജൂൾസ് ഹീറ്റിംഗ്. പി ക്യു ആർ എസ് എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടർ, അതിൻ്റെ ഉള്ളിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായും ഒരുപാട് സമയത്തേക്ക് കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, ആ ഹീറ്റിനുള്ള അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് എനർജിക്ക് ഇക്വേഷൻ ഒരു പക്ഷേ നമുക്ക് അറിയായിരിക്കും, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലെങ്കിൽ എനർജി ഹീറ്റ് എനർജി ഇ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ആ കറണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഹീറ്റ് ഉണ്ടാകുന്നത് കറണ്ട് ഒഴുകുന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കുക, പി ക്യു ആർ എസ് എന്ന് പറയുന്ന ആ ആമിൽ കുറച്ച് നേരം കറണ്ട് ഒഴുകി കഴിയുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാകും. തിരിച്ചു പറയുകയാണെങ്കിൽ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത് കറണ്ട് ഒഴുകുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക്കൽ പവറിനുള്ള സാധ്യതയുണ്ട്. ആ ഇലക്ട്രിക്കൽ പവർ കാരണം കറണ്ട്, തിരിച്ചാണ് പറയേണ്ടത്, കറണ്ട് കാരണം ഒരു ഇലക്ട്രിക്കൽ പവർ, കറണ്ട് കാരണം തന്നെ ഒരു ജൂൾസ് ഹീറ്റിംഗ് അവിടെ ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി അതായത് പി എം ആദ്യമായി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും, പിന്നീട് അതെന്തായിട്ട് മാറും, ആ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടായി നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്തെടുക്കാം. നോക്കാം. ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ ലൂപ്പ് ആസ് ജൂൾസ് ഹീറ്റിംഗ് ലോക്സ് പി ജെ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. നമ്മൾ പി ക്യു എന്ന് പറയുന്ന ആമിനെ പുഷ് ചെയ്യുന്നു, വി എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി പുഷ് ചെയ്യുന്നു. മെക്കാനിക്കൽ എനർജി ആദ്യം എന്ത് എനർജി ആയിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും, പിന്നീട് അത് ഹീറ്റ് എനർജി ആയിട്ട് മാറും. ആ ഇലക്ട്രിക്കൽ എനർജിയുമായി ബന്ധപ്പെട്ട പവർ പി ജെ, അത് ജൂൾസ് ഹീറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. കറണ്ട് കാരണം ജൂൾസ് ഹീറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പി സഫിക്സ് ജെ എന്ന് കൊടുത്തത്. ജൂൾസ് ഹീറ്റിംഗ് അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് അത് കാരണം ഉണ്ടാകുന്ന കറണ്ട്, അത് കാരണം ഉണ്ടാകുന്ന പവർ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു. ദ പവർ ഡിസിപ്പേറ്റഡ്, അതായത് ജൂൾസ് ഹീറ്റിംഗ് കാരണം കുറച്ച് എനർജി പുറത്തേക്ക് പോവുകയാണ്. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ ലൂപ്പ് ആസ് എ ജൂൾസ് ഹീറ്റിംഗ് ലോസ് പി ജെ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ.
ശരിക്കും വി ഐ ആണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ഇലക്ട്രിക്കൽ പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ് ഇക്വേഷൻ. വിക്ക് പകരം നിങ്ങൾ ഐ ആർ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ജൂൾസ് പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അതിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്. ഇതാ ബി എൽ വി ഹോൾ ഡിവൈഡഡ് ബൈ ആർ. അതിൽ ഐനെ സ്ക്വയർ ചെയ്യുക. ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വരും. അതാണ് ഐ സ്ക്വയർ. ഇൻറ്റു ഇവിടെ ഒരു ആറ് കിടക്കുന്നുണ്ട്. സോ ജൂൾസ് പവർ പി ജെ ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ആർ. അതിൽ ഒരു ആറ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ജൂൾസ് പവർ പി ജെ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് ഇക്വേഷൻ 5. ഇത് കറൻറ്റ് കാരണമുണ്ടായ പവറാണ്. ഇത് മെക്കാനിക്കൽ, അതായത് നമ്മൾ തള്ളുമ്പോൾ പി ക്യു എന്ന് പറയുന്ന ആവിനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവറാണ്. ഇത് മെക്കാനിക്കൽ പവറാണ്, ഇത് ഇലക്ട്രിക്കൽ പവറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5ഉം ഒന്ന് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു ജൂൾസ് പവർ എന്ന് കിട്ടും. അതായത് ഈ അവസാനം എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ കൺക്ലൂഷൻ. ആദ്യമായി നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നു, അത് നേരെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതിനുശേഷം ഇലക്ട്രിക്കൽ എനർജി തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ ഒരു ഹെഡിങ് പറഞ്ഞപ്പോൾ എനർജി കൺസിഡറേഷനെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്ന ഹെഡിങ് പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഏതെങ്കിലും തരത്തിൽ എനർജി കൺസർവേഷൻ ലോ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇവിടെ ജസ്റ്റ് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുന്നേ ഉള്ളൂ. അതായത് ആദ്യമായി മെക്കാനിക്കൽ എനർജി അത് നേരെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതിനുശേഷം ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് അതല്ലെങ്കിൽ തെർമൽ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ, ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5ഉം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി. അത് പിന്നീട് എന്താ എനർജി ആയിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ, അതായത് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ എന്ത് വയലേറ്റ് ചെയ്യുന്നില്ല? കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യുന്നില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ അനുസരിച്ച് ഒരു കണ്ടക്ടറിൻ്റെ അതുമല്ലെങ്കിൽ ഒരു ലൂപ്പ്, സർക്കുലർ ലൂപ്പോ അതുമല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് എന്ത് വേണമെങ്കിലാകാം, ആ ഒരു ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡോ അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സോ മാറിക്കഴിഞ്ഞാൽ, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കണ്ടക്ടറിൽ അതല്ലെങ്കിൽ ആ ലൂപ്പിൽ ഒരു കറൻറ്റ് ഡെവലപ്പ് ചെയ്യപ്പെടും, ഒരു ഇൻഡ്യൂസർ കറൻറ്റ് ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ കറൻറ്റിനെ ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം, അതല്ലെങ്കിൽ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. സാധാരണ കണ്ടുവരാറുള്ള ഇക്വേഷനാണ് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി. അല്ലെങ്കിൽ ചെറിയൊരു ചാർജൊക്കെ ഉള്ളെങ്കിൽ ചെറിയൊരു ടൈം ഇൻ്റർവൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. അതുമല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ കറൻറ്റ് ഉണ്ടാകും. ഐ എന്ന് പറയുന്നതാണ് കറൻറ്റ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന മാറ്റം, സമയത്തിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന മാറ്റം ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. കറൻറ്റ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, അല്ലെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും അതേപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജും ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ടോപ്പിക്കിൻ്റെ ഹെഡിങ് ഇതാണ്: റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസർ ചാർജ് ആൻഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇൻഡ്യൂസർ ചാർജ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്, അല്ലെങ്കിൽ ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. കറൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ ഒരു ചാർജിൻ്റെ ഒഴുക്കും ഉണ്ടായിരിക്കും. ആ ചാർജിൽ ഉണ്ടാകുന്ന ആ ഒരു ഒഴുക്കിൻ്റെ റേറ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നൊക്കെ എഴുതാം. ആ ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറൻറ്റിന് ആനുപാതികമായിട്ടുണ്ടാകുന്ന ചാർജ്, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ്, ഇൻഡ്യൂസഡ് ചാർജും അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതാണ് ഹെഡിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാരഡേസ് ലോയുടെ കൂട്ടുപിടിക്കുന്നു. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, ഇ ഈസ് ഈക്വൽ ടു ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. നമ്മളിവിടെ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ലെൻസസ് ലോ, ഫാരഡേസ് ലോ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ തരുന്നുള്ളൂ. മോഡുലസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി.
ഇനി കറൻറ്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ്. നമുക്കറിയാം അവിടെ ഒരു കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കറൻറ്റ്, ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ കറൻറ്റ് ഈസ് ഈക്വൽ ടു ശരിക്കും V/R എന്നാണ് എഴുതേണ്ടത്. നമ്മളതിനെ EMF എന്ന് എഴുതുന്നു. ഇല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ EMF എന്ന് എഴുതുന്നു. I ഈസ് ഈക്വൽ ടു E/R എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കറൻറ്റിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറൻറ്റിന് നിങ്ങൾക്ക് dQ/dt എന്നോ അല്ലെങ്കിൽ ∆Q/∆t എന്ന് എഴുതാം. ഞാനിവിടെ ∆Q/∆t എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ആണ്. ആ EMFനെ ഞാൻ d∅B/dt എന്ന് എഴുതി. ഇതാ d∅B/dt. ഇനി ഇവിടെ നമുക്കൊരു 1/R കിടക്കുന്നുണ്ട്. ആ 1/Rനെ അതേ രീതിയിൽ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതി. ഇക്വേഷൻ ഇങ്ങനെ മാറി, ∆Q/∆t ഈക്വൽ ടു d∅B/dt ഇൻറ്റു 1/R. ഓക്കെ, ഇനി ഇതിൽ ഈ d∅B/dtനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. d∅B/dtയുടെ അർത്ഥം എന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ d/dtയെ ഞാൻ ∆d/∆t എന്ന് എഴുതി. നോക്കുക, ∆Q/∆t അങ്ങനെ തന്നെയുണ്ട്. d∅B/dtയെ ഞാൻ ∆∅B/∆t എന്ന് എഴുതിയിരിക്കുന്നു. 1/R അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. എന്താ, ലെഫ്റ്റ് സൈഡിൽ ഒരു 1/∆t ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു 1/∆t ഉണ്ട്. അതായത് 1/∆tയെ നിങ്ങൾക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്ന ടേം ഏതാണ്? ∆Q ഈക്വൽ ടു ∆t ക്യാൻസൽ ചെയ്ത് പോയി ∆∅B/R. ഇതാ ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ∆Q ഈസ് ഈക്വൽ ടു ∆∅B/R. ഈ ∆∅B എന്ന് പറയുന്നത് ശരിക്കും എന്താ? നെറ്റ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് /R എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ലൂപ്പിൻ്റെ അതല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്ന ആ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R. ഓക്കെ, സോ ∆Q ഈക്വൽ ടു ∆∅B/R. ഇവിടെ ശരിക്കും ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കാണാനായിട്ട് സാധിക്കുകയില്ല. അതായത് ഈ Q എന്ന് പറയുന്നത് ചാർജാണ്, കറൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചാർജിൻ്റെ ഒഴുക്കും ഉണ്ടായിരിക്കും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറൻറ്റിന് ആനുപാതികമായി നമ്മൾ പറയുന്ന ചാർജാണ് ∆Q. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്യൂവിനെ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് വിളിക്കാം. ആ ഇൻഡ്യൂസ്ഡ് ചാർജ് ആരുമായി യാതൊരു ബന്ധവുമില്ല, ടൈം ഇൻ്റർവെലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ∆t എന്നോ അതല്ലെങ്കിൽ T എന്നോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ∆Q അതായത് ഇൻഡ്യൂസ്ഡ് ചാർജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം ഇൻ്റർവെൽ ∆t. നമ്മൾ ∆∅B/∆t അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കാമായിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, സമയത്തിനനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് രീതിയിൽ മാറുന്നു. പക്ഷേ ഇവിടെ ആ ∆t അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന ഫാക്ടർ ആബ്സെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണഗതിയിൽ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈം നിങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയാറുള്ളൂ, റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈം നമ്മൾ കൂട്ടിച്ചേർക്കാറുള്ളൂ. ടൈം ഇവിടെ ഇല്ല, അതുകൊണ്ട് ആ ന്യൂമറേറ്ററിൽ എന്ത് വരും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്, നെറ്റ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു 2 മിനിറ്റ് കൊണ്ടോ അതും അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ടോ അതും അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ 1 അവർ കൊണ്ട് മൊത്തം എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ മാറിയിട്ടുണ്ട് അതിനെ റെസിസ്റ്റർ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ്. ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ചാർജ് ടൈം ഇൻ്റർവെലുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. ഇതാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് ചാർജ് ആൻഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്.